സിനിമകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരുപാട് മൂല്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ പിന്തുടരേണ്ട മൂല്യങ്ങളും വിട്ടുകളയേണ്ട നിരാശകളും പോരാടാൻ ധൈര്യം തരുന്ന മുഹൂർത്തങ്ങളും അടങ്ങുന്ന ഒരു 8 സിനിമകളുടെ ലിസ്റ്റാണിത്. റേറ്റിംഗ് അല്ലെങ്കിൽ റാങ്കിംഗ് അടിസ്ഥാനത്തിലല്ല ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് ഏറ്റവും നല്ലത് എന്ന അർത്ഥമില്ല. മാത്രമല്ല ഇതിൽ ഏതാണ് മികച്ച സിനിമ എന്ന് തിരഞ്ഞെടുക്കുക തന്നെ പ്രയാസമാണ്. വീഡിയോയുടെ അവസാനം എക്സ്പ്ലനേഷൻ കാരണം ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോയ 5 ബോണസ് സിനിമകളുമുണ്ട്. എട്ടാമത്തെ സിനിമയാണ് ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി. ഇതിന്റെ കഥാപരിസരം മലയാളികൾക്ക് പരിചയമുള്ളതാകും. കാരണം മോഹൻലാൽ നായകനായ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഈ സിനിമയുടെ വളരെ വികലമായൊരു കോപ്പിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സ്കൂളിലേക്ക് അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി പുതിയ ഇംഗ്ലീഷ് മാഷായി വരുന്നതും അത് ആ കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് കഥ. എന്നാൽ ഈ പറഞ്ഞ കഥയ്ക്കും ഒരുപാട് മുകളിലാണ് ഈ സിനിമ നമ്മളോട് സംവദിക്കുന്ന പ്രമേയം. അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ കാണിച്ചു തരുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന കുട്ടികളെ ജോൺ കീറ്റിംഗ് എന്ന ഈ അധ്യാപകൻ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. ഈ കുട്ടികളും മാഷും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ക്ലബിന്റെ പേരാണ് ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു കവിയുണ്ട് എന്ന ആ അധ്യാപകന്റെ വാക്കുകൾ ആ കുട്ടികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന എല്ലാ വേലികളും തകർക്കുന്നു. ഈ സിനിമയിലെ ഏറ്റവും പ്രശസ്തവും ഇന്നും പ്രചോദനമാവുന്ന ഒരു കോട്ടാണ് കാർപെ ഡിയം. അതായത് നാളെയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ദിവസം പൂർണ്ണമായി ആസ്വദിക്കുക. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നാളെയെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുക, സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കുക. 1981 ഇറങ്ങിയ ഈ സിനിമ ഒരു ക്ലാസിക്കായാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ കണ്ടാൽ എന്നും ചേർത്ത് വെക്കാവുന്ന ഒരു മനോഹര ചിത്രം. ഏഴാമത്തെ സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്. ടോം ഹാങ്സിന്റെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഫോറസ്റ്റ് ഗംപ്. ഒരു ബിലോ ആവറേജ് ഐക്യുള്ള നടക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മ മാത്രമുള്ളൊരു കുട്ടിയാണ് ഫോറസ്റ്റ് ഗംപ്. അവന്റെ ജീവിതത്തിലേക്ക് ജെന്നി എന്നൊരു കളിക്കൂട്ടുകാരി വരുന്നു. ശേഷം അവന്റെ ജീവിതം മാറിയുന്നു. ഒരുപാട് കുറവുകളുള്ള ഫോറസ്റ്റിന്റെ ജീവിതം എന്നാൽ സംഭവ ബഹുലമായിരുന്നു. പല മേഖലകളിലും ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഫോറസ്റ്റ് പക്ഷെ ആഗ്രഹിച്ചിരുന്നത് ഒന്ന് മാത്രമാണ്, ജെന്നിയുടെ സ്നേഹം. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കുക മുതൽ അത്ഭുതകരമാം വിധം പിങ് പോങ് കളിക്കുന്ന ഒരു സംഭവ ബഹുലമായ ജീവിതമാണ് ഫോറസ്റ്റിന് ഉണ്ടായിരുന്നത്. എന്നാൽ എപ്പോഴും ഫോറസ്റ്റ് തന്റെ അമ്മ പഠിപ്പിച്ചിരുന്ന ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ജീവിതം ഒരു ചോക്ലേറ്റ് ബോക്സ് പോലെയാണ്, നമുക്ക് എന്താണ് കിട്ടുകയെന്ന് നമുക്കറിയില്ല എന്നാണ് അവന്റെ അമ്മ പഠിപ്പിച്ചത്. എന്നാൽ ആ ബോക്സിൽ നിന്നെടുക്കുന്ന ഓരോ ചോക്ലേറ്റും ഫോറസ്റ്റ് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. അതൊരു റഗ്ബി ആയാലും യുദ്ധമായാലും മീൻ പിടിക്കാൻ കടലിൽ പോകുന്നതായാലും പിന്നെ തന്റെ നിലക്കാതെയുള്ള ഓട്ടമായാലും. മാത്രമല്ല തന്റെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് തേടിക്കൊണ്ടേയിരിക്കുക തന്നെയാണ് ഫോറസ്റ്റ് ചെയ്തത്. ഈ സിനിമ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ലൈഫാണ്. കഥ ഒരു പക്ഷേ വളരെ ഫാന്റസിയായി തോന്നിയേക്കാം, പക്ഷേ ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ ആസ്വദിക്കാൻ ടോം ഹാങ്സിന്റെ അഭിനയം മൂലം നമുക്ക് കഴിയുന്നു. നിഷ്കളങ്കത ഒരിക്കലും കൈവിടാതിരിക്കുക, ചെയ്യുന്നതിൽ എല്ലാം സന്തോഷം കണ്ടെത്തുക. ആറാമതുള്ള സിനിമയാണ് എറ്റേണൽ സൺഷൈൻ ഓഫ് സ്പോട്ട്ലെസ് മൈൻഡ്. കാണാത്തവരുടെ ആസ്വാദനത്തെ ബാധിക്കും എന്നതുകൊണ്ട് ഈ സിനിമയുടെ കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്കിലും ഈ സിനിമ നമുക്ക് തരുന്ന പാഠങ്ങൾ പറയാതിരിക്കുന്നില്ല. ഇതൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് മൂവിയാണ്. ആളുകളുടെ ഇഷ്ടമില്ലാത്ത മെമ്മറി മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു ഡോക്ടർ. നമുക്ക് ആരുടെങ്കിലും വെറുപ്പോ ദേഷ്യമോ അല്ലെങ്കിൽ പഴയ കാമുകനെയോ കാമുകയോ മറക്കണമെങ്കിൽ ഈ ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ അയാൾ ആ മെമ്മറി മായ്ച്ചു കളയും. ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും നമ്മൾ ഓർക്കില്ല. ജോയൽ, ക്ലെമന്റിൻ എന്നിവർ ഒരു ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുകയും അവർ റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ നമ്മൾ അറിയുന്നത് അവർ രണ്ടുപേരും പണ്ട് 2 വർഷം പ്രണയിച്ചവരാണ്. രണ്ടുപേരും അവരവരുടെ മെമ്മറി മായ്ച്ചു കളഞ്ഞതാണ് എന്നും. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ കഥ. ഈ സിനിമ ഒരു സാധാരണ റൊമാൻറ്റിക് മൂവിയല്ല, ഒരുപാട് തലത്തിൽ അർത്ഥങ്ങളുള്ള ഒരു സിനിമയാണ്. രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്നത് റാൻഡമായി നടക്കുന്നതാണോ അതോ എത്ര അകന്നാലും വീണ്ടും ഒന്നിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ശക്തി പ്രണയത്തിലുണ്ടോ? സിനിമ ഇറങ്ങിയ സമയത്ത് ലഭിച്ചതിനേക്കാൾ പ്രശംസ ഈ സിനിമ പിന്നീട് നേടി. ഓരോ തവണ കാണുമ്പോഴും മുമ്പ് കാണാതെ പോയ അല്ലെങ്കിൽ മനസ്സിലാകാതെ പോയ ഒരു പുതിയ കാര്യം ഈ സിനിമ നമുക്ക് തരും. പക്ഷേ എപ്പോഴും സിനിമ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഒന്നാണ്, നമുക്കൊരാളെ ചിന്തയിൽ നിന്നും മായ്ച്ചു കളയാം, പക്ഷേ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. അഞ്ചാമത്തെ സിനിമയാണ് 500 ഡേയ്സ് ഓഫ് സമ്മർ. നിങ്ങളുടെ പ്രണയം പരാജയത്തിൽ അവസാനിച്ചോ? അല്ലെങ്കിൽ പ്രണയനൈരാശ്യം സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പായ വിഷമത്തിലാണോ? നിങ്ങൾക്കുള്ള മരുന്നാണ് 500 ഡേയ്സ് ഓഫ് സമ്മർ. ടോം എന്നൊരു യുവാവ് തന്റെ 500 ദിവസങ്ങൾ നീണ്ടുനിന്ന സമ്മർ എന്ന പെൺകുട്ടിയുമൊത്തുള്ള പ്രണയ ജീവിതം ഓർത്തെടുക്കുന്നതാണ് 500 ഡേയ്സ് ഓഫ് സമ്മർ. സിനിമ നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അതായത് ഒരു സീനിൽ അവരുടെ ആദ്യ ദിനം കാണിച്ചാൽ അടുത്ത സീനിൽ ചിലപ്പോൾ 100ാമത്തെ ദിവസമാവും കാണിക്കുക. ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെ സിനിമയ്ക്ക് ഒരു പുതിയ മാനം നൽകി. ഒരു പുതിയ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും ആകാംക്ഷയും പതിയെ കുറഞ്ഞു വരും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ടേംസിൽ പറഞ്ഞാൽ സമ്മർ എങ്ങനെ ടോമിനെ തേച്ചു എന്നതാണ് കഥ എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഈ അടുത്ത് സിനിമയിലെ നായകൻ തന്നെ സിനിമയെ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചെന്നും താനാണ് വില്ലനെന്നും നായിക തേച്ചതല്ല കഥ എന്നും പറയുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത് ടോം പ്രണയിച്ചത് സമ്മർ എന്ന വ്യക്തിയെ അല്ല എന്നും അവൻ ഒരു പ്രണയിനിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാം സമ്മർ എന്ന പെൺകുട്ടിയിൽ അടിച്ചേൽപ്പിക്കുകയും ശേഷം അത് കിട്ടാതായപ്പോൾ അവൾ എന്നെ ഇട്ടേച്ചു പോയേ എന്ന് പറഞ്ഞ് കരയുകയാണ് ഉണ്ടായതെന്നാണ്. പലരും നമ്മുടെ പ്രണയസങ്കല്പങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയാൽ എല്ലാമായി എന്നാണ് കരുതുന്നത്. എന്നാൽ അത് തീർത്തും സെൽഫിഷാണ്. പോരാത്തത് നല്ല ബന്ധത്തിന്റെ ലക്ഷണവുമല്ല.
നമ്മൾ പ്രണയിക്കുന്നത് ഒരു വ്യക്തിയെ ആകണം, അല്ലാതെ നമ്മൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ നമ്മുടെ കാമുകിയെയോ കാമുകനെയോ ആക്കാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. പ്രണയിക്കുന്നവരും ബ്രേക്കപ്പ് വിഷമത്തിൽ ഇരിക്കുന്നവരും ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ കണ്ടാൽ നല്ലൊരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഏത് ബ്രേക്കപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മരുന്നും അവസാനം സിനിമ നൽകുന്നുണ്ട്. നാലാമത്തെ സിനിമയാണ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഒരുപാട് മോട്ടിവേഷനും ഇൻസ്പിറേഷനും നൽകുന്ന സിനിമ എന്ന രീതിയിൽ ഈ സിനിമ വളരെ പ്രശസ്തമാണ്. ഭൂമിയെ ആക്രമിക്കാൻ വരുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്ന സൂപ്പർ ഹീറോകളെക്കാൾ എന്തുകൊണ്ടും ശക്തരാണ് ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയും കഷ്ടപ്പെടുന്ന മനുഷ്യർ. അത്തരമൊരു മനുഷ്യൻ്റെ കഥയാണ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സന്തോഷത്തിനെ നേടിയെടുക്കലാണ് ഈ സിനിമയുടെ കഥ. കയ്യിലുള്ള പണമെല്ലാം ഒരു ബിസിനസ്സിന് നഷ്ടമായി. ശേഷം തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഉറങ്ങാൻ ഒരു മുറി പോലും സ്വന്തമായി ഇല്ലാതെ തൻ്റെ മകനെയും കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ കഥയാണിത്. സിനിമയിലുടനീളം ക്രിസ് ഗാർഡനർ എന്ന മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ അയാൾ നേരിടുന്നു എന്നത് എല്ലാവർക്കും ഒരു പാഠമാണ്. തൻ്റെ മകനോട് ഈ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണ് സിനിമ നമുക്ക് നൽകുന്ന പാഠം. നിനക്ക് നേടാൻ കഴിയില്ല എന്ന് ആരെയും പറയാൻ സമ്മതിക്കരുത്. അവർക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് നിനക്ക് കഴിയില്ല എന്നർത്ഥമില്ല. നമുക്ക് വേണ്ടത് നമ്മൾ പോയി നേടുക. ഒരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിതമാണ് ഈ സിനിമ എന്നത് ഇതിൻ്റെ മൂല്യം ഇരട്ടിയാക്കുന്നു. വിൽ സ്മിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. സംശയമില്ലാതെ പറയാം, ഇതുതന്നെയാണ് ബെസ്റ്റ് ഇൻസ്പിറേഷണൽ മൂവി എന്ന്. മൂന്നാമത്തെ സിനിമയാണ് ദ ബക്കറ്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റിലെ ഏക കോമഡി ഡ്രാമയാണ് ഈ സിനിമ. മരിക്കാൻ ഇനി 6 മാസം കൂടി ബാക്കിയുള്ള 2 വൃദ്ധർ ഇനിയുള്ള ഈ 6 മാസം ഹോസ്പിറ്റൽ കിടക്കയിൽ തീർക്കാതെ തങ്ങളുടെ സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ സാധിക്കാൻ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ കഥ. സിനിമയുടെ പേര് പോലെ അവരുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഓരോ കാര്യവും ചെയ്തു തീർക്കുന്നതാണ് തുടർന്നുള്ള കഥ. വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എത്രമാത്രം വ്യത്യസ്തമായിരിക്കുമെന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വളരെ ചെറുപ്പത്തിൽ വലിയ സംഭവമായി പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓർക്കുക പോലുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ പോലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമല്ലായിരുന്നു എന്ന് തോന്നും. വേവലാതികളിൽപ്പെട്ട് നാം സന്തോഷത്തോടെ ജീവിക്കാൻ മറന്നുപോയാൽ ഒരുപക്ഷെ മരണക്കിടക്കയിൽ ഇവർക്ക് കിട്ടിയ പോലെ ഒരു അവസരം നമുക്ക് കിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളും ഒരു ബക്കറ്റ് ലിസ്റ്റാക്കി ചെയ്തു തീർക്കുക. ഇതുപോലെ നമുക്ക് ജീവിക്കാൻ പ്രചോദനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്നും ജീവിതം അല്പം തമാശയായി ജീവിക്കണമെന്നും ഇവർ നമ്മളെ പഠിപ്പിക്കുന്നു. ജാക്ക് നിക്കോൾസൺ, മോർഗൻ ഫ്രീമൻ എന്നിവരുടെ മത്സരിച്ചുള്ള പ്രകടനം തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ചേർക്കേണ്ട കാഴ്ചയാണ്. സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ അവരോടൊപ്പം നമുക്കും എന്തോ നേടിയതുപോലൊരു സംതൃപ്തി ലഭിക്കും. രണ്ടാമത്തെ സിനിമയാണ് ഫൈറ്റ് ക്ലബ്. ഇതുവരെ പറഞ്ഞ സിനിമകളെല്ലാം വ്യക്തിജീവിതത്തെക്കുറിച്ചാണെങ്കിൽ സമൂഹത്തെക്കുറിച്ച് പറയുന്ന സിനിമയാണ് ഫൈറ്റ് ക്ലബ്. സിനിമ കാണാത്തവർക്ക് പേര് കേൾക്കുമ്പോൾ ഇതൊരു അടിപ്പടമാണെന്ന് തോന്നാം. സംഭവം ശരിയാണ്. സിനിമയിൽ പരസ്പരം മതിവരുവോളം തല്ലാൻ വേണ്ടി ഒരു ക്ലബ്ബ് ഉണ്ടാക്കുന്നതിൻ്റെ കഥ തന്നെയാണ്. എന്നാൽ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം അതിലും എത്രയോ മുകളിലാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ വൈറ്റ് കോളർ ഡെസ്ക് ജോബിൽ മനമടുത്ത നായകൻ ഒരു പ്ലെയിൻ യാത്രയിൽ ഒരു സോപ്പ് സെയിൽസ്മാനായ ടൈലർ എന്നയാളെ പരിചയപ്പെടുന്നു. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് എന്ന് മനസ്സിലാക്കി അവർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പരസ്പരം തല്ലുന്നു. ശേഷം വളരെ ആശ്വാസം തോന്നുന്ന അവർ ഇതൊരു സ്ഥിരം പരിപാടിയാക്കുന്നു. അതിലേക്ക് ജീവിതം മടുത്ത കുറേ പേർ വരുന്നു. അതാണ് ഫൈറ്റ് ക്ലബ്ബ്. സിനിമ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രസന്റ് വേൾഡിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ക്യാപിറ്റലിസ്റ്റ് ലോകം മനുഷ്യനെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നും പരസ്യങ്ങളും സെലിബ്രിറ്റി ജീവിതവുമെല്ലാം നമ്മളെ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നും സിനിമ കാണിച്ചു തരുന്നു. സിനിമയിലെ മിക്ക ഡയലോഗുകളും വളരെ പ്രശസ്തമാണ്. പരസ്യങ്ങൾ നമ്മെ കാറുകളും വസ്ത്രങ്ങളും കാണിച്ച് മോഹിപ്പിക്കുന്നു. അതിനാൽ നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നു. നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് ആശയങ്ങൾ സിനിമയിലുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഇംപ്രസ് ചെയ്യാൻ ഇല്ലാത്ത കാശ് കൊടുത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നാം വാങ്ങുന്നു. കോർപ്പറേറ്റുകൾ അവരുടെ ലാഭത്തിന് നമ്മെ ഉപയോഗിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. ആ കാശ് കൊണ്ട് അവരുടെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ വാങ്ങി കാശ് അവർക്ക് തന്നെ കൊടുക്കുന്നു. സമൂഹം സൃഷ്ടിക്കുന്ന ഒരു മാർജിനിൽ തന്നെ നമ്മൾ ജീവിക്കണമെന്ന് ആരോ നിശ്ചയിച്ച പോലെ സിനിമ നൽകിയ ആശയങ്ങൾ വളരെ വേഗം സമൂഹത്തിൽ പടർന്നു. അതുകൊണ്ട് തന്നെ വൈകാതെ ഫൈറ്റ് ക്ലബ് ഒരു കൾട്ട് ക്ലാസിക്കായി മാറി. മൾട്ടിപ്പിൾ വാച്ചിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പലതും ഈ സിനിമ നൽകും. ഒന്നാമത്തെ സിനിമ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ ബോണസ് സിനിമകൾ. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. എക്സ്പ്ലനേഷൻ മൂലം കാഴ്ചയുടെ ഇമ്പാക്റ്റ് നഷ്ടമായേക്കും, അതിനാൽ നേരിൽ കാണുക. ഗ്രീൻ മൈൽ. ഈ സിനിമ നൽകുന്ന ഇമോഷൻസ് ഒരിക്കലും വാക്കുകളിൽ പറയാൻ കഴിയില്ല. ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. കഥ പറഞ്ഞാൽ വളരെ സില്ലി എന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു അസാധ്യ റൊമാൻറ്റിക് ഡ്രാമ. ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ്, മെരിൽ സ്ട്രീപ്പ് എന്നിവരെ ഓർത്തെങ്കിലും കാണുക. PS I Love You. പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെ ഒരേ സമയം റിയലിസ്റ്റിക്കായി കാണിക്കുകയും അതേസമയം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സിനിമ. ഇന്റർസ്റ്റെല്ലാർ. ഒരു സ്പേസ് മിഷൻ്റെ കഥയല്ല, മറിച്ച് ബന്ധങ്ങളുടെ കഥയാണ് ഈ സിനിമ എന്ന് തിരിച്ചറിയുന്നവരെ വീണ്ടും വീണ്ടും കാണുക. ഒന്നാമത്തെ സിനിമയാണ് ദ ഷോഷാങ്ക് റിഡംഷൻ. IMDbയിലെ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തുള്ള സിനിമ. അതുകൊണ്ട് തന്നെ മിക്കവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കഥ വളരെ സിമ്പിളാണ്. ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ശേഷം ആൻഡി എന്ന ഒരു ബാങ്കർ ഷോഷാങ്ക് എന്ന ജയിലിൽ എത്തുന്നു. അവിടെയുള്ള ആൻഡിയുടെ ജീവിതവും സഹതടവുകാരോടുള്ള ബന്ധവും ജയിൽ ചാടാനുള്ള ശ്രമങ്ങളുമാണ് സിനിമയുടെ കഥ. എന്നാൽ ഇതിൽ കൂടുതൽ പലതും സിനിമ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ജീവിതം എപ്പോഴും ന്യായമല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ചെയ്യാത്ത കുറ്റത്തിനാണ് ആൻഡി ജയിലിൽ കിടക്കുന്നത്. എന്നാൽ ഒരിക്കലും അയാൾ പരാതി പറയുന്നില്ല. ജയിലിലെ മോശം അനുഭവങ്ങളിൽ പോലും അയാൾ തളരുന്നില്ല.
ജയിലിൽ ഒരു ലൈബ്രറിക്ക് വേണ്ടി എല്ലാ ആഴ്ചയും അയാൾ കത്തെഴുതുമായിരുന്നു, അതും 6 വർഷം. ഒരു കാര്യം നേടിയെടുക്കാൻ അവസാനം വരെയും പോരാടാൻ അയാൾ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സൗഹൃദങ്ങൾ എത്രമാത്രം വലുതാണെന്ന് ജയിലിൽ വെച്ച് അയാൾ നേടിയെടുക്കുന്ന സൗഹൃദങ്ങൾ വഴി നമുക്ക് മനസ്സിലാകുന്നു. ജയിൽ ചാടാനുള്ള അയാളുടെ ശ്രമങ്ങൾ ഒരിക്കലും ചടുലമായിരുന്നില്ല. സിനിമ നൽകുന്ന ഏറ്റവും വലിയ പാഠം പ്രതീക്ഷയാണ്. പ്രതീക്ഷയാണ് നല്ല കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായ കാര്യം. നല്ല കാര്യങ്ങൾ ഒരിക്കലും നശിക്കുകയില്ല, അതുകൊണ്ട് പ്രതീക്ഷയും നശിക്കുകയില്ല. ആ പ്രതീക്ഷ തന്നെയാണ് ഈ ജയിലിലെ ഓരോ തടവുകാരനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോർഗൻ ഫ്രീമാൻ്റെ നരേഷൻ സിനിമ നൽകുന്ന പാഠങ്ങളെ പൂർണ്ണമായും നമ്മളിലേക്ക് എത്തിക്കുന്നു. എന്തുകൊണ്ട് IMDbയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കണ്ടവർക്ക് സംശയമുണ്ടാകില്ല. ലക്ഷ്യം സാധിക്കാൻ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാം, പ്രതീക്ഷ കൈവിടാതെ. നിങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തോന്നുന്ന ഈ ലിസ്റ്റിൽ ഞാൻ പറയാതെ പോയ സിനിമകളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക.